NSSനും SNDP യോഗത്തിനും യോജിച്ചു പോകാൻ കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് മായിൻ ഹാജി. എന്താ അങ്ങനെ? NSSന് ലീഗുമായി നല്ല ബന്ധമാണ്. CPIM മാറാട് ആവർത്തിച്ചു പറയുന്നത് കലാപമുണ്ടാക്കാനാണെന്നും മായിൻ ഹാജി പറഞ്ഞു. കേൾക്കാം. ഭാരത് ഉദ്ദേശിച്ചെന്താ വെച്ചാൽ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കും എന്നാണ്. അതവരെ ആസൂത്രണം ചെയ്തു വെച്ച മാറാട് കലാപം തന്നെ അവരെ ആസൂത്രണം ചെയ്താന്നുള്ളത് മാറാട് കമ്മീഷൻ വിലയിരുത്തിയല്ലോ. കേരളത്തിൻ്റെ മനസ്സ് മതേതരമാണല്ലോ. ആ മതേതര മനസ്സുകളെ മാറ്റിമറിക്കാനൊന്നും വെള്ളാപ്പള്ളി മതിയാവില്ല. NSS അവരെപ്പോഴും വിലയിരുത്തുന്നുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയമില്ല വർഗീയമില്ല എന്ന് വ്യക്തമാക്കി അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. NSS SNDP ആയി ചേർന്ന് നിന്നാലും അതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടായിട്ട് പരിണമിക്കില്ല. വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടായിട്ട് NSSനെ സുകുമാരൻ നായരെയോ കൂടെ കൂട്ടാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ AK അഭിലാഷ് ഉണ്ട്. AK അഭിലാഷ്, മായിൻ ഹാജി പറയുന്നത് NSS SNDP ഒരു ഐക്യം നടക്കില്ല എന്നാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ മായിൻ ഹാജി ഫോക്കസ് ചെയ്തത് ലീഗുമായി NSSന് നല്ല ബന്ധമാണ്. ലീഗിനെ വിമർശിക്കുന്ന വെള്ളാപ്പള്ളിയുമായി ലീഗിനോട് അടുപ്പമുള്ള സുകുമാരൻ നായർക്ക് എങ്ങനെ യോജിക്കാൻ കഴിയും? ഇതാണോ അതിലെ പോയിന്റ്? AK അഭിലാഷ്. തീർച്ചയായിട്ടും NSS പരമ്പരാഗതമായി സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. അത് മതനിരപേക്ഷമായ ഒരു നിലപാടാണ്. ആ ഒരു സാഹചര്യത്തിൽ ലീഗുമായി അടുത്ത ബന്ധം തന്നെയാണ് അവർ പുലർത്തുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാമുദായിക ഐക്യം എന്നുള്ളത് ഒരു രാഷ്ട്രീയ ഐക്യത്തിന്റെ സാധ്യതകളിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കരുതുക എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് AK ബാലൻ തുടങ്ങിവെച്ച മാറാട് കലാപം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് തുടങ്ങിവെച്ച ചില കാര്യങ്ങളുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെ CPM ഫ്രെയിം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി ഇത്തരത്തിൽ NSSുമായി ചേർന്ന് മുന്നോട്ട് പോകാൻ നീക്കം നടത്തുന്നത്. പക്ഷേ അത് ഈ നിലയിലേക്ക് പോവില്ല എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് മുസ്ലിം ലീഗിലുള്ളത് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. കാരണം ഈ മാറാട് കലാപം വലിയ തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് സംഘർഷ സാധ്യത മുതലെടുക്കുന്നതിന് വേണ്ടിയാണ്. അത് വീണ്ടും ചർച്ചയാക്കുന്നതിലൂടെ CPMനും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിക്കും കൃത്യമായ നിലപാടുണ്ട്. അതിനെ NSS വഴങ്ങില്ല എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. കാരണം മുസ്ലിം ലീഗുമായി വലിയ അടുത്ത ബന്ധം അവർ പുലർത്തുന്നു. സാമുദായികമായ വിഷയങ്ങളിലൊക്കെ ഏകദേശമായ സമാനമായ നിലപാട് തന്നെയാണ് അവർ പുലർത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മായിൻ ഹാജി ഇത്തരത്തിലുള്ള നിലപാട് പങ്കുവയ്ക്കുന്നത്. താങ്ക് യു. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.